ഇപ്പം ഇസ്രയേൽ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് യമൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇറാൻ്റെ ഒരു തീവ്രവാദ സംഘടന എന്ന് പറയാവുന്ന ഹൂത്തികളാണ്. ഈ ഹൂത്തികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ വലിയ ഒരു ആക്രമണം നടത്തുന്നു. ഒരു മിന്നലാക്രമണം എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ ലക്കി ഡ്രോപ്പ് എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിലൂടെ ഹൂത്തികളുടെ സൈനിക സംഭരണശാലകൾ, മിസൈൽ വിക്ഷേപിക്കാവുന്ന മേഖല, ഇതൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്രയേൽ ആക്രമണം നടത്തുന്നു. അതായത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായിട്ടും നീക്കുക, അതിനുള്ള ഓപ്പറേഷൻ നടത്തി. ഇനി ഹിസ്ബുള്ളയുടെ അടുത്ത് നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ട്, പേജർ അടക്കം പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ. ഇതിന് സമാനമായിട്ട് ഹൂത്തികളുടെ നേരെ ആക്രമണം നടത്താനായിട്ട് ലക്ഷ്യമിടുന്നു. അപ്പോൾ ഹൂത്തി എന്ന് പറയുന്ന വിമത സേനയെ യമനിൽ നിന്ന് തുടച്ചു നീക്കാൻ ഇസ്രായേലിന് സാധിക്കുമോ? ഇസ്രായേൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇസ്രായേലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇസ്രായേൽ 2 തരത്തിലുള്ള അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇന്നലെയും അല്ല, 10, 78, 80 കൊല്ലമായി നേരിട്ടുകൊണ്ടിരിക്കുക. 1948 മുതൽ 2 തരം അറ്റാക്ക്. ഒന്ന് അടുത്തു നിന്നും അകലെ നിന്നുമുള്ള നേരിട്ടുള്ള അറ്റാക്ക്. 48-ൽ ഇസ്രായേലിന് നേരെ വന്നത് ഈ ഇസ്രായേലിന് ചുറ്റുമുള്ള 5 അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് ആക്രമണം നടത്തുകയാണ്, അറ്റാക്ക് ചെയ്തതാണ്. അന്ന് മുതൽ ഇസ്രായേൽ ജയിച്ചുകൊണ്ടിരിക്കുന്നു, ഈ അറബ് ലോകം തോറ്റുകൊണ്ടുമിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 6 ഡേ വാർ ഓർമ്മയില്ല, 67. അപ്പോൾ ഇത്തരത്തിൽ നേരിട്ടുള്ള യുദ്ധത്തെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഒരു ഭാഗത്ത്. അത് ഏതാണ്ട് ഒതുങ്ങിയും തോന്നിയപ്പോഴാണ് പരോക്ഷമായ യുദ്ധം തുടങ്ങുന്നത്. പരോക്ഷമായ യുദ്ധമാണ് ഈ തീവ്രവാദികൾ ഉപയോഗിച്ചുള്ള യുദ്ധം. പല ലോകത്തിലെ ഇപ്പോൾ സുന്നി തീവ്രവാദികളും ഷിയ തീവ്രവാദികളും ഒക്കെ ആയിട്ട് അവർ അങ്ങനെയാണല്ലോ. ഇപ്പോൾ IS നേരിട്ട് വന്നില്ലെങ്കിൽ പോലും ISൻ്റെ വകഭേദങ്ങളാണ് ഈ ഹമാസ്, സുന്നി തീവ്രവാദികളാണ്. അപ്പുറത്ത് ഹിസ്ബുള്ള അറിയാലോ, ലെബനോൺ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദികൾ, സിറിയ കേന്ദ്രീകരിച്ച് ഉള്ള തീവ്രവാദികൾ. അപ്പോൾ ഇവരൊക്കെ തന്നെ ഹൂത്തികളും യമൻ കേന്ദ്രീകരിച്ചാണ് വരുന്നതെങ്കിലും അവർക്കും ഈ പരിസരത്തൊക്കെ വേരുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലാരാണ്? ഇറാനാണ്. അപ്പോൾ ഇറാൻ്റെ പിന്തുണയോടുകൂടി ലോകത്തിലെ ഷിയ തീവ്രവാദികൾ ഇസ്രായേലിനെ തന്നെയാണ് ഉന്നം വെക്കുന്നത്. അപ്പോൾ നേരിട്ടുള്ള അറ്റാക്ക് ഏതാണ്ട് അവസാനിച്ചു തോന്നിയ ഘട്ടത്തിലാണ് ഈ പരോക്ഷമായ ആക്രമണം വരുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളെയും ഇനി അങ്ങോട്ട് ചെറുക്കാനും എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാനും, ഫിനിഷ് ദ ജോബ് എന്നാണ് ഇസ്രായേൽ വിളിക്കുന്നത്, അത് അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്. ഹമാസിനെ ഓൾമോസ്റ്റ് ഡൺ, ഹമാസ് ഏതാണ്ട് ഫിനിഷ് ചെയ്യപ്പെട്ടു. ഇനി ഹിസ്ബുള്ളയെ തലപൊക്കാത്ത വിധത്തിൽ അടിച്ചൊതുക്കിയിട്ട് ഹിസ്ബുള്ളയ്ക്ക് പിന്തുണ കൊടുത്ത അയൽ രാജ്യങ്ങളെപ്പോലും ഒതുക്കി നിർത്തി. ഇനിയിപ്പോൾ ഹൂത്തി തീവ്രവാദികൾ അവശേഷിക്കുന്നുണ്ട്. ഈ ഹൂത്തികൾക്ക് വേറൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് സിനുജി ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ നേരിട്ട് പോയി ഇറാനെ ആക്രമിച്ചു. ഇറാനാണ് ആദ്യം അടിക്കേണ്ടത്, അവിടെയാണല്ലോ. ഈ ഹൂത്തി തീവ്രവാദികളെ അയക്കുന്നതും ഹിസ്ബുള്ളയെ സഹായിക്കുന്നതും ഒക്കെ ഇറാനാണെന്ന് ഇവർക്കറിയാം. ബഷർ അസാദിൻ്റെ പിന്തുണ അവർക്കുണ്ട് എന്ന് അറിയാം സിറിയയിലെ. അപ്പോൾ നേരിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്തു. ഇറാൻ അറ്റാക്ക് ചെയ്തപ്പോൾ ഇറാൻ ചെയ്ത പണി എന്താണെന്നറിയോ? ഇറാൻ അറിയാം ഇസ്രായേലിനെ നേരിട്ട് പോയി അറ്റാക്ക് ചെയ്യുന്നത് അപകടം ഉണ്ടാക്കും, പരിക്കുണ്ടാക്കും. അതുകൊണ്ട് അവർ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ പോയില്ല. പകരം എന്താ ചെയ്തറിയോ? അമേരിക്കയാണ് ഇസ്രായേലിൻ്റെ കൂട്ടാളി. മാത്രമല്ല, ഇസ്രായേലിനേക്കാൾ ഇറാന് പ്രധാനപ്പെട്ട ശത്രുവും എതിരാളിയും അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ഇറാൻ ചെയ്തത് എന്താ? ഇറാൻ്റെ പരിസരത്തുള്ള മധ്യേഷ്യയിലൊക്കെയുള്ള എല്ലാ അമേരിക്കൻ താവളങ്ങളെ ആക്രമിച്ചു, അമേരിക്കൻ കേന്ദ്രങ്ങളെ, ക്യാമ്പുകളെ ആക്രമിച്ചു. അതോടുകൂടി അമേരിക്ക വരണ്ടു. കാരണം അമേരിക്കയുടെ ഇന്ധനം ഉൾപ്പെടെയുള്ള എല്ലാം കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ആ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടാൽ ഒരു പക്ഷേ വേറൊന്നും വേണ്ട, ഒരു എണ്ണക്കിണറ് തീ പിടിച്ചാൽ മതി, അമേരിക്ക വലിയ തോതിൽ അനുഭവിക്കും. അപ്പോൾ എന്താ ചെയ്തത്? ഇറാനെ നേരിട്ട് പോയി ഇസ്രായേൽ ആക്രമിച്ചിട്ടും ഇറാൻ നേരിട്ട് ഇസ്രായേലിനോട് മുട്ടാൻ വന്നില്ല. പകരം ഇറാൻ ചെയ്യുന്ന പണി 2ആണ്. ഒന്ന്, അമേരിക്കക്ക് പണി കൊടുത്തു, അമേരിക്കയുടെ താവളങ്ങൾ ആക്രമിച്ചിട്ട്. 2, ഇസ്രായേലിന് പണി കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇറാൻ്റെ പിന്തുണയോടുകൂടിയുള്ള തീവ്രവാദികളെ അഴിച്ചുവിട്ടു. അതിലേലും ഓരോന്നിനെയായിട്ട് ഇസ്രായേൽ വകവരുത്തി. അവസാനത്തേതാണ് ഹൂത്തി. ഇനി ഹൂത്തികളെ നേരിട്ട് പോയി ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ എന്താ ഇപ്പോൾ ചെയ്തത്? ഈ 28-ാം തീയതി അല്ലേ, 3-ാം തീയതി കഴിഞ്ഞ ദിവസം ഈ ലക്കി ഡ്രോപ്പ് ഓപ്പറേഷൻ. എന്താ സത്യത്തിൽ അത്? നേരത്തെ നീ പറഞ്ഞ പോലെ യമൻ കേന്ദ്രീകരിച്ച് യമനിലെ അനേകം താവളങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ഹൂത്തികളെ, അവരുടെ സൈനിക കേന്ദ്രങ്ങളെ, അവരുടെ ഡ്രോൺ കേന്ദ്രങ്ങളെ, അവരുടെ ആയുധ സംഭരണശാലകളെ, അവരുടെ നേതാക്കളുടെ കേന്ദ്രങ്ങളെ മുഴുവനും തകർത്ത് കളഞ്ഞു. അവിടെ പോയി ആക്രമിക്കുമ്പോൾ വേറൊരു പണി കൂടി ഉണ്ട്, അതിൽ വേറെ അർത്ഥം കൂടിയുണ്ട്.
യഥാർത്ഥത്തിൽ ഈ യമൻ ഇപ്പോൾ ആരുടെ സംരക്ഷണയിലാണ്? അറബ് ലോകത്തിന് മൊത്തം കൊടുത്ത ഡോസാണത്. യമൻ എന്ന, നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമുണ്ട്, യമൻ എന്ന ഏറ്റവും പാവപ്പെട്ട ദരിദ്രമായ അറബ് രാജ്യം ഇന്ന് 3 സമ്പന്ന അറബ് രാജ്യങ്ങൾ വീതം വെച്ചെടുത്തിരിക്കുക. എന്നുവെച്ചാൽ തലസ്ഥാനം സന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഹൂത്തികളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ അത് ഇറാൻ്റെ കയ്യിലാണെന്നർത്ഥം. ഇറാനോട് എതിരിട്ട് കൊണ്ട് നിൽക്കുന്ന സൗദി അറേബ്യ, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ മുസ്ലിം രാജ്യം, ആ രാജ്യം ഈ യമനെ രക്ഷിക്കാൻ വേണ്ടി ചെന്നു. അയൽ രാജ്യമാണല്ലോ യമൻ. യമനിലെ പ്രസിഡന്റ് പ്രാണനും കൊണ്ട് ഓടിച്ചെന്നത് അറേബ്യയിലാണ്. അവിടെ കിടന്നാണ് മരിച്ചത്. അപ്പോൾ യമനെ രക്ഷിക്കാൻ വേണ്ടി അറേബ്യ ചെന്നപ്പോൾ എന്താ ചെയ്തത്? ഹൂത്തികൾ പിടിച്ചടക്കിയ പ്രദേശങ്ങളൊന്നും കിട്ടിയില്ല. സന ഇപ്പോഴും അവരുടെ കയ്യിലാണ്. എന്നാൽ ഏതായാലും ചെന്ന സ്ഥിതിക്ക് ബാക്കി കുറേ പ്രദേശം സൗദിയും പിടിച്ചു. അപ്പോൾ ഇറാനും സൗദിയും പങ്കിട്ടെടുത്തു. ആ നേരത്ത് തൊട്ടടുത്ത രാജ്യമാണ് UAE. അവർ നോക്കിയിരുന്നില്ല. അവർ വല്ലാതെ അധിനിവേശമൊന്നും കാണിക്കാത്ത രാജ്യമാണ്. പക്ഷേ കിട്ടിയ പ്രദേശം അവരും പിടിച്ചു. എന്ന് പറഞ്ഞാൽ യമൻ എന്ന ഇസ്ലാമിക രാജ്യത്തെ, യമൻ എന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തെ 3 അറബ് രാജ്യങ്ങൾ ചേർന്ന് വീതം വെച്ചിരുത്തിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ അടുത്ത ചിത്രം. ആ യമനിലേക്ക് ഇസ്രായേൽ അതിഭീകരമായ ഡ്രോൺ ആക്രമണം നടത്തി. ഒരാൾക്കും തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെയുള്ള ഡോസാണത്? ഹൂത്തി തീവ്രവാദികൾക്ക് മാത്രമല്ല. നമ്പർ 1 ഇറാനാണ് ഹൂത്തി, അവർക്ക് കൊടുത്തു. ഇനി ആദ്യം ഇറാനെ നേരിട്ട് ആക്രമിച്ചു. ധൈര്യമുണ്ടെങ്കിൽ വാ ഞങ്ങളെ നേരിട്ട് ആക്രമിക്കാൻ. ഇറാൻ അനങ്ങിയില്ല. ഇറാൻ പകരം അമേരിക്കയ്ക്ക് ഒരു ഡോസ് കൊടുത്തിട്ട് ട്രൂസ് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ വെടിനിർത്തൽ വാങ്ങി. അപ്പോൾ നീ പരോക്ഷമായിട്ട് തീവ്രവാദികളെ അയക്കുന്നുണ്ടല്ലോ, ആ ഏർപ്പാട് നിർത്തിക്കോ. ഹൂത്തികളെ നേരിട്ട് ആക്രമിക്കുമ്പോൾ ഇറാന് കൊടുത്ത പാഠം. 2, സൗദി അറേബ്യയിലേക്കാണ് സകല സഹായവും തേടിയിട്ട് പണ്ട് ഈ ഫലസ്തീനികൾ ചെന്നിരുന്നത് ഇസ്രായേലിനെതിരായിട്ട് പൊരുതാൻ. ആദ്യകാലത്ത് സഹായിച്ചിരുന്നു. ഇപ്പോൾ സൗദി സഹായിക്കാത്തത് 2 കാരണം കൊണ്ടാണ്. 1, ഇസ്രായേൽ വളർന്നിരിക്കുന്നു. 2, ഇസ്രായേലിൻ്റെ സഹായം സൗദി അറേബ്യക്കും ആവശ്യമുണ്ട്. അതുകൊണ്ട് അനങ്ങിപ്പോകരുത്, അറിയാമല്ലോ എന്ന പാഠം സൗദി അറേബ്യക്കും കിട്ടി. കാരണം യമൻ്റെ നല്ലൊരു ഭാഗം സൗദി അറേബ്യയുടെയും കയ്യിലാണ്. 3, വ്യാപാരം കൊണ്ട് രക്ഷപ്പെട്ട അറബ് രാജ്യമാണ് UAE. UAEയുടെ കയ്യിലുണ്ട് യമൻ. അവിടെയാണ് ഈ ആക്രമണം നടത്തിയത്. അവർക്കും കൊടുത്തു ഒരു ഡോസ്. ഇനി ഈ ആക്രമണം നടത്താൻ വേണ്ടി ഇസ്രായേൽ ഒരു ദിവസം കൊണ്ട് നടത്തിയതല്ലാതെ ഒരു കൊല്ലത്തിലേറെയായുള്ള ഒരുക്കങ്ങൾ. 2 തവണ ഈ ഹൂത്തികളെ വെറുതെ വിട്ടുകൂടാ. ഹൂത്തികൾ നേരിട്ട് വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുക മാത്രമല്ല, ഇസ്രായേലിൻ്റെ വ്യാപാരത്തെ, ചരക്ക് കപ്പലുകളെ ഒക്കെ പലപ്പോഴും അപായപ്പെടുത്താൻ ഹൂത്തികൾ ശ്രമിച്ചിട്ടുണ്ട്. 2024 സെപ്റ്റംബർ 10 2024 ഒരു മാസത്തിനുള്ളിൽ നടന്ന 2 ആക്രമണം. 24 സെപ്റ്റംബർ 10 യമനിലെ ഹുദൈദ തുറമുഖത്ത് ഹൂത്തികൾ തമ്പടിച്ചിട്ട് ആ തുറമുഖത്തിൻ്റെ ബാഹ്യപ്രദേശത്തൂടെ, പരിസരത്തൂടെ, പുറംകടലിലൂടെ പോയിക്കൊണ്ടിരുന്ന ഇസ്രായേൽ കപ്പലിലേക്ക് മിസൈൽ ആക്രമിച്ചു നടത്തി. അല്ല പക്ഷേ അതിൻ്റെ കാരണം 2023 നവംബറിൽ ഈ പറയുന്ന ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണം, അവിടുത്തെ ബന്ദികളെ പിടിച്ചുകൊണ്ട് വന്നു. ഇതിന് ശേഷം വലിയ പ്രശ്നമുണ്ടായി. ഇസ്രായേൽ തിരിച്ചടിച്ചു. ആ തിരിച്ചടിച്ച അന്ന് മുതൽ തന്നെ ഞങ്ങൾ പലസ്തീന് വേണ്ടി നിലകൊള്ളുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഹൂത്തികൾ ഇസ്രായേൽ നേരെ ആക്രമണം നടത്തുന്നത്. അപ്പോൾ പലതവണ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലും പ്രതിരോധിക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെയാണ് ഇവർ ഹൂത്തികളുടെ ആക്രമണം. ഇത് സൗദിയുടെ കപ്പലുകളെ ആക്രമിക്കും, അമേരിക്കയുടെ കപ്പലുകളെ ആക്രമിക്കും, ഇസ്രായേലിന്റെ കപ്പലുകളെ ആക്രമിക്കും. മാത്രമല്ല പിന്നീട് ഈ പറയുന്ന ഇസ്രായേലും ഈ പറയുന്ന ഹമാസും തമ്മിലൊരു വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെടുകയും ഈ വെടിനിർത്തൽ സംഭവിക്കുകയും ചെയ്തു. ഈ സീസ്ഫയർ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം 40ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഹൂത്തികൾ യമനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞിരുന്നു, നിങ്ങൾ തീ കൊണ്ട് കളിക്കുകയാണ്, ഞങ്ങളെ ഒരു തവണ അടിച്ചാൽ 7 തവണ തിരിച്ചടിക്കാനുള്ള സാധനം ഞങ്ങളുടെ ഉണ്ടെന്ന്. ഇതിന് ശേഷം എന്ത് സംഭവിച്ചു? ഇസ്രായേൽ 1800 കിലോമീറ്റർ ദൂരമുള്ള യമനിലേക്ക് ഇസ്രായേലിൽ നിന്ന് മിസൈൽ അയക്കുന്നുണ്ട്. ഈ മിസൈൽ അയച്ചപ്പോഴത്തേക്കാണ് ഹൂത്തികൾ അപകടം നടത്തുന്നത്. കാരണം അവർ കൃത്യമായിട്ട് ആക്രമിക്കുന്നതെന്ന് മാത്രമല്ല, അമേരിക്കയുടെ ആക്രമണം വരുമെന്നുള്ള ഭീഷണിയും വന്നു. എന്നിട്ടിപ്പം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടന യമനിലേക്ക് എത്തിയിട്ടുണ്ട്. യമനിലെ ഹൂത്തികൾക്കിടയിൽ അത് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഹൂത്തികളുടെ പ്രധാനമന്ത്രി യമന്റെ പ്രധാനമന്ത്രി അല്ല. അപ്പോൾ ഹൂത്തികളുടെ പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ എവിടെ പോയാലും അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ IDFന് ചോർത്തി കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഹൂത്തികളെ മൂടോടെ പിഴുതെറിയാൻ വേണ്ട എല്ലാ ആയുധങ്ങളും ഇസ്രായേൽ അവിടെ വിന്യസിച്ചു കഴിഞ്ഞു. ഏത് നിമിഷം വേണമെങ്കിലും ആക്രമണം ഉണ്ടാകാം. അതിനെ പ്രതിരോധിക്കാൻ ഈ ഹൂത്തികൾക്ക് സാധിക്കുമോ? ഇല്ല, സാധ്യത വളരെ കുറവാണ്. കാരണം വെച്ചാൽ ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ പൂർത്തിയായി വരികയാണ്. ഹമാസിനെ ഒതുക്കി
ഇറാനെ വരുതിയിൽ വഴിക്ക് അടിയറവ് പറയിച്ചു. അമേരിക്കയോട് പോലും വെല്ലുവിളിക്കാവുന്ന ഒരവസ്ഥയിലെത്തി. UN നിലക്ക് നിർത്തി. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫലസ്തീൻ പ്രദേശങ്ങൾ മുഴുവനും ഇസ്രായേലിനോട് ഏതാണ്ട് അറ്റാച്ച്മെൻറ്റ് സ്വഭാവത്തിലെത്തി. അവസാനത്തേതാണ് ഈ ഹൂത്തി തീവ്രവാദികൾ. എന്നുവെച്ചാൽ അതൊരു വലിയ തന്ത്രമാണല്ലോ. ഹമ്മാസുമായിട്ട് വെടിനിർത്തൽ കരാറുണ്ടാക്കുക. വെടിനിർത്തൽ കരാർ ഹമ്മാസുമായിട്ട് ഉണ്ടാക്കുക. എന്നാൽ ഹമ്മാസിന് എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഹൂത്തികൾ അപ്പോഴും ആക്രമിക്കുക. അത് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അവിടെ സംഭവിച്ച ചെറിയ നടുക്കമല്ല ഉണ്ടാക്കിയത്. ഹൂത്തി ഇപ്പോൾ ഔദ്യോഗികമായ കണക്കനുസരിച്ച് പറയുന്നത് 11 പേര് മരിച്ചുവെന്നും 25 പേർക്ക് പരിക്കേറ്റു എന്നാണ്. പക്ഷേ ആ മരിച്ച 11 പേരും സാധാരണക്കാരല്ല, ഹൂത്തികളുടെ മഹാരാജാക്കന്മാരാണ്. അതുകൊണ്ട് അത് ചെറിയ ഡോസല്ല, വലിയ ഡോസാണ്. ഞാൻ പറഞ്ഞില്ല 2024 ഏറ്റവും ഒടുവിൽ 2 ആക്രമണങ്ങൾ ഇവർക്ക് നേരെ നടത്തിയതാണ്. ഒന്ന് മിസൈൽ ആക്രമണം, ഒന്ന് ഡ്രോൺ ആക്രമണവും. ഒന്ന് സെപ്റ്റംബർ 10 മറ്റൊന്ന് ഒക്ടോബർ 5 അത് അന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, ഇതാ ഞങ്ങൾ നിങ്ങളെ നോക്കി കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉള്ളത് ഞങ്ങൾ തരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ കൊടുത്തത്, നിങ്ങളെ ഞങ്ങൾ വിടൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഏതാണ്ട് ഒടുങ്ങിയെന്ന് കരുതുമ്പോൾ അവശേഷിച്ചിരുന്ന അവസാനത്തെ തീവ്രവാദി, അവസാനത്തെ ശത്രുവാണ്, അവസാനത്തെ എതിരാളിയാണ്, അവസാനത്തെ ഭീഷണിയാണ് ഹൂത്തി. അതുകൂടി ഒതുക്കിയിരിക്കുന്നു എന്ന സന്തോഷമാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്, ഇസ്രായേൽ പ്രതിരോധ സേന ഈ ആക്രമണത്തിന് മനോഹരമായൊരു പേരിട്ടത്, ലക്കി ഡ്രോപ്പ് ഓപ്പറേഷൻ. അത് തീർച്ചയായിട്ടും ഇസ്രായേലിന് സന്തോഷമുള്ള കാര്യമാണ്, ലോകസമാധാനത്തിനും സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ മുൻകൈയെടുത്തേ തീരൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.